പസഫിക് സമുദ്രത്തിൽ 2 കപ്പലിനെ അമേരിക്ക ബോംബിട്ട് തകർത്തു. 5 പേരെ വെടിവെച്ച് കൊന്നതായിരിക്കുന്ന റിപ്പോർട്ടും വന്നു. ആദ്യം വെടിവെപ്പ് നടത്തിയതിന് ശേഷമാണ് ബോംബിട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചുകൊണ്ടാണ് അമേരിക്ക പസഫിക് സമുദ്രവുമായി ചേർന്നുകൊണ്ട് ഈ ക്രൂരമായിരിക്കുന്ന ആക്രമണം നടത്തിയത്. അതിന് കൃത്യമായിരിക്കുന്ന തെളിവോ കാരണങ്ങളോ ഹാജരാക്കാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഏതാനും മാസങ്ങൾക്കിടയിൽ, അതായത് സെപ്റ്റംബറിന് ശേഷം 104 പേരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആകാശ ആക്രമണം നടത്തി ബോംബ് സ്ഫോടനം നടത്തുകയും ബോട്ടുകളും കപ്പലുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ 104 പേരെ കൊലപ്പെടുത്തിയത് എന്ന് ചുരുക്കം. പസഫിക്കിലും കരീബിയൻ കടലിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അമേരിക്കയുടെ സൈന്യം റോന്തു ചുറ്റുന്നു. ഭീകരവാദികളെപ്പോലെ താണ്ഡവമാടുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കൻ സൈനികർ എന്നാണ് വെനിസ്വേല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. നമ്മൾ കാണുകയും കേൾക്കുന്നതും തരത്തിലല്ല അമേരിക്കയുടെ സ്വഭാവ രീതികൾ. ഒരു ഗുണ്ടാ രീതികൾ അവർ പെരുമാറുന്നു. ന്യായവും സത്യവും അവരുടെ വശത്തില്ല. കാണുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. അവർക്ക് ശത്രുവാണ് എന്ന് തോന്നുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ള നയത്തിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കപ്പലിനെ ആക്രമിച്ചത്. 30 കപ്പലുകളെല്ലാം എങ്കിലും ഈ ആഴ്ച തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ തകർക്കപ്പെട്ട കപ്പലിൽ മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും ഒരു തെളിവ് അമേരിക്കയ്ക്ക് ഹാജരാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല. വെനിസ്വേലയിൽ നിന്ന് കപ്പലുകൾക്ക് ഇപ്പോൾ അമേരിക്ക വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വെനിസ്വേലയിൽ നിന്ന് പെട്രോളിയം മറ്റു ലോക രാജ്യത്തേക്ക് വിൽപ്പന നടത്താൻ കൊണ്ടുപോകുന്ന എല്ലാ കപ്പലുകൾക്കും വിലക്കാണ്. അത് ലംഘിക്കുകയാണെങ്കിൽ വെടിവെക്കും എന്നുള്ള ഒരു ഭീഷണിയും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് ഇപ്പോൾ തകർക്കപ്പെട്ടത് എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ 2 രാജ്യം പുറത്തു വിട്ടിട്ടില്ല. അതിൽ കൊടികളോ അതേപോലെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന ഏതെങ്കിലും വിവരങ്ങളോ ഇല്ലായിരുന്നു എന്നാണ് പറയുന്ന വിവരം. ഏറ്റവും ഒടുവിലത്തെ വിവരം നമ്മൾ കണക്ക് നോക്കുന്ന സമയത്ത് ഇറാനുമായി വെനിസ്വേലയ്ക്കുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധം ഭാവിയിൽ ഈ മേഖലയിൽ തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്ന് അമേരിക്ക മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈനികമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഇടപെടൽ വെനിസ്വേലൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചത്. ഇതിൽ ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വെനിസ്വേല ഇറാൻ്റെ സഹായം തേടി. ഇറാൻ സഹായം നൽകുമെന്ന് പറഞ്ഞു. 2 വാക്കിൽ അത് അവസാനിച്ചിട്ടില്ല. വൻതോതിൽ ഇറാൻ്റെ മിസൈലുകൾ വെനിസ്വേലയ്ക്ക് എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. പ്രാദേശിക തലത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് അങ്ങനെ പറയുന്നത്. ഇത് ഈ ഇറാനോ അല്ലെങ്കിൽ വെനിസ്വേലയോ അതല്ലെങ്കിൽ അമേരിക്കയോ അംഗീകരിച്ചിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയുന്ന രാജ്യമല്ല അമേരിക്ക. അവർക്ക് കൃത്യമായിരിക്കുന്ന അജണ്ടകൾ ഉണ്ട്. അത് പൂർണ്ണമായും രഹസ്യമായ രീതിയിലാണ്. അപ്പോൾ 2 തരത്തിൽ അമേരിക്കയെ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഭയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് ഇറാൻ്റെ മിസൈൽ ആക്രമണം, മിസൈൽ സഹായമാണ്. അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയും ചേർന്നുകൊണ്ടും വെനിസ്വേലയെ സഹായിക്കാമെന്നിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വെനിസ്വേല എന്നതിനാൽ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. റഷ്യയും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ള രാജ്യങ്ങളായതുകൊണ്ട് ഇവരെ സഹായിക്കുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള കാര്യമാണ്. അതിന് 2 തരത്തിൽ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന തരത്തിലാണ് വെനിസ്വേലൻ വിഷയത്തെ റഷ്യ കാണുന്നത്. കാര്യം ഈ ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കടുത്ത രീതിയിലുള്ള ഒരു പരീക്ഷണം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്ക് ഉണ്ടായത്. സമാനമായ രീതിയിൽ വെനിസ്വേലയെ റഷ്യ സഹായിച്ചാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്കക്കുണ്ടാവും. ഇത് കൃത്യമായ രീതിയിൽ അമേരിക്കക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് 10 കപ്പലോ 11 കപ്പലോ ഈ മേഖലയിലേക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വെനിസ്വേലയെ വളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ധൈര്യക്കുറവുണ്ട്. കരീബിയയുടെ സർവ്വ മേഖലയിലും അമേരിക്കയുടെ പതാക ഉയർത്തപ്പെട്ട യുദ്ധക്കപ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്ളോഗർ ഇതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടതാണ്.
താൻ ഇങ്ങനെ കടൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെയാണ് കരീബിയൻ കടലിൽ താൻ എത്തുന്നത്. കരീബിയൻ കടലിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് മേഖലയിലൂടെ ബോട്ടിലൂടെ തങ്ങൾക്ക് താൻ സഞ്ചാരം നടത്തി. അതിനിടയിൽ താൻ കണ്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ പതാക ഉയർത്തപ്പെട്ട കപ്പലുകൾ ചുറ്റുഭാഗം കരീബിയയുടെ കടലിനെ വളഞ്ഞിരിക്കുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു. ആദ്യ ഘട്ടത്തിൽ തങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. വെനിസ്വേലയെ ആക്രമിക്കാൻ വേണ്ടി വളഞ്ഞിരിക്കുകയാണ് എന്ന തരത്തിൽ. എന്നാൽ ഇത് ഇങ്ങനെ കപ്പലുകൾ ഉണ്ട് എന്നുള്ളത് അമേരിക്ക സംബന്ധിച്ചാണ്, വെനിസ്വേലയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധം ചെയ്യാം എന്ന് അമേരിക്ക പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു ഭയപ്പാടുണ്ട്. ആ ഭയം ഇങ്ങനെയാണ്, തങ്ങളുടെ കപ്പലുകൾ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കപ്പൽ തകർക്കാൻ മാത്രമുള്ള വലിയ മിസൈൽ സംവിധാനങ്ങളുടെ കൂടാരം ഉള്ള രാജ്യമാണ് ഇറാൻ. ആ ഇറാനാണ് വെനിസ്വേലയെ സഹായിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലിൻ്റെ അതിശക്തമായിരിക്കുന്ന ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ തങ്ങൾക്ക് അത് നേരിട്ട് അനുഭവമുണ്ട്. അതായത് അമേരിക്ക അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ യമനിലെ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും അമേരിക്കയുടെ കപ്പലിന് നേരെ നിരന്തരം ഇട്ടോടുകൂടി 2 കപ്പൽ പൊട്ടിക്കഴിഞ്ഞ് താഴെ വീണ് കടൽ താഴ്ന്നുപോയി. ബാക്കിയുള്ള കപ്പൽ നശിക്കപ്പെടും എന്നുള്ള ഭയപ്പാട് അമേരിക്കയ്ക്ക് ഉണ്ടായതോടുകൂടിയാണ് ഒമാനുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ യമനുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒമാനെ അമേരിക്ക നിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് പിന്നീട് അവസാനിച്ചത്. അതായത് യുദ്ധം ചെയ്തുകൊണ്ട് ഹൂത്തികളോ യമനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. സമാന സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം അതിൻ്റെ ഒരു സഹായി എന്ന് പറഞ്ഞാൽ, അതായത് ഹൂത്തികളെ സഹായിച്ചത് ഇറാനാണ് എന്നുള്ള ഉറപ്പാണ്. ഇറാൻ്റെ കൈവശത്തിലാണ് ഇത്രയും നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ, ശക്തമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളുടെ കലവറ പോലും ഉള്ളത്. അവർ വെനിസ്വേലയെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലോ ഹൈപ്പർസോണിക് മിസൈലോ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന കരീബിയൻ കടലിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഹൈപ്പർസോണിക് മിസൈലിനൊക്കെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ സംവിധാനത്തിൽ വലിയ പ്രയാസമാണ്. അത് നടന്നിട്ടില്ല. ചെങ്കടലിൽ നടക്കാത്തത് കരീബിയൻ കടലിൽ എങ്ങനെ നടക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, വെനിസ്വേലയെ ആക്രമിക്കുകയും വേണം, വെനിസ്വേലയ്ക്ക് നേരെ യുദ്ധം ചെയ്യുകയും വേണം. എന്നാലോ അമേരിക്കയ്ക്ക് അത് പേടിയുണ്ട്. ഈ പേടി ഉള്ളതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പലിനെ ആക്രമിക്കുന്നു, ബോട്ടിനെ ആക്രമിക്കുന്നു, 4 പേരെ കൊല്ലുന്നു, 5 പേരെ കൊല്ലുന്നു. ഈ പ്രവർത്തനം അമേരിക്ക തുടരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്. അതായത് യുദ്ധം ചെയ്യാൻ പേടിയുണ്ട്, യുദ്ധം ചെയ്യാതിരുന്നാൽ ലോകത്തിന് മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടും എന്ന ഭയമുണ്ട്. അതുകൊണ്ട് അവരിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് പോലെയുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ യുവത്വത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ചൈന മുമ്പ് അത് പരീക്ഷിച്ചിരുന്നു. കോവിഡ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അണുക്കളെ അമേരിക്കയുടെ യുവത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചൈന സൃഷ്ടിച്ചതാണ് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ലാബറട്ടറിയിൽ നിർമ്മിക്കുന്നതിനിടയിൽ ചോർന്നു പോയത് കൊണ്ടാണ് ചൈനയിൽ ആദ്യം അത് ബാധിച്ചത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നശിപ്പിക്കലായിരുന്നു എന്ന് അന്നൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. UN സഭയ്ക്ക് അത് ചർച്ച ചെയ്താണ് അന്വേഷണ കമ്മീഷൻ വെക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് എവിടെ എത്തിയിട്ടില്ല. ലോകത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടന്നത് അമേരിക്കയിലാണ്. 100,000-ലധികം ആളുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഈ വാക്സിൻ വെക്കുന്നതുമായി ബന്ധപ്പെട്ടും മാസ്ക് ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോടൊന്നും യോജിപ്പില്ലാതെ അവർ തുറന്ന് ജീവിതം നയിച്ചു. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവർ ഈ വാക്സിൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ അണുക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് അമേരിക്കയാണ്. ഏതോ തരത്തിൽ അത് ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇടപെടുന്ന ഒരു മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ നിരാശയും വലിയ പ്രയാസവും മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ഉക്രൈൻ്റെ വിഷയം വന്നു, അവിടെ അമേരിക്ക വിജയിച്ചിട്ടില്ല. പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നു, അവിടെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നു, അത് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സുഡാനിലെ ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഇടപെടലുകൾ നടന്നിട്ടില്ല. പിന്നെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിന് മുൻപുണ്ടായാലും അമേരിക്ക ഇടപെട്ടു, നടന്നിട്ടില്ല. അങ്ങനത്തെ രാജ്യത്തുടനെ ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിനൊന്നും വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് അമേരിക്ക വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം,
പസഫിക്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെയാണ് 2 കപ്പലുകൾ തകർക്കപ്പെട്ടത്. കപ്പലിൻ്റെ അകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ആളുകളെ പോലും പിടികൂടി വെടിവെച്ച് കൊന്നു എന്നുള്ളത് യുദ്ധക്കുറ്റമാണ് എന്നുള്ളതും അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് വെടിവെപ്പ് നടത്തിയത് എന്ന് പറഞ്ഞാൽ 2 കപ്പൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ആദ്യം ഇവരെ വെടിവെച്ച് കൊന്നതിന് ശേഷം പിന്നീട് ആക്രമണം നടത്തിയതായിരിക്കാം. അങ്ങനെയൊക്കെ പല ഈ അഭിപ്രായങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. ഏതായിരുന്നാലും അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന നിരാശയാണ് ഈ അക്രമത്തിൻ്റെ പിന്നിൽ എന്ന് വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മസൂറ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് പ്രതികരിക്കുകയും ചെയ്തു.